ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ പല്ലി, പാറ്റ, ഈച്ച എന്നിവയൊക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന നല്ലൊരു കിടിലൻ കിഴിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു കോട്ടൻ്റെ ഒരു കഷ്ണം തുണി എടുക്കാം. അതിനകത്ത് ഞാൻ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളും വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ കുറച്ച് കാപ്പിപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫുൾ തൈലമാണ്. കണ്ടോ, ഇതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്പ് ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. അത്രയും മാത്രം മതി കേട്ടോ. നല്ലൊരു മണമാണ്, പ്രത്യേകിച്ച് കാപ്പിപ്പൊടിയും കൂടെ ആകുമ്പോഴത്തേനും. ഇനി അതിനകത്തോട്ട് കുറച്ച് പഞ്ഞി വേണം നമുക്ക്. ഇതേപോലത്തെ നമ്മുടെ കയ്യിലുള്ള പഴയ പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ പുൽത്തൈലം അതിനകത്തോട്ടൊന്ന് തുള്ളിച്ച് കൊടുക്കാം. 2-3 തുള്ളിയായിട്ട് നമുക്കൊന്ന് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാപ്പിപ്പൊടി വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ ഒരു പാക്കറ്റിൻ്റെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണ്ട ഈ പഞ്ഞിക്കകത്ത് നമുക്ക് ഫുൾ തൈലം ഇറ്റിച്ച് കൊടുക്കാം. അപ്പോൾ 2-3 തുള്ളി മതിയാവും കേട്ടോ. നല്ലൊരു മണമാണ്, അറിയാലോ. കാപ്പിപ്പൊടിയും ഫുൾത്തൈലം കൂടെ ചേരുമ്പോഴുള്ള മണം നല്ല കിടിലൻ മണമാണ്. അപ്പോൾ ഈ ഒരു മണം അടിച്ചിട്ട് തന്നെ നമ്മൾ കിഴി കെട്ടി വയ്ക്കുമ്പോഴത്തേനും പല്ലി, പാറ്റ, ഈച്ച, ചെറിയ ഈച്ച ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ശല്യം ഒന്നും ഇല്ലാതാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് കിഴി കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിഴികെട്ടി നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണോ നമുക്ക് പല്ലി, പാറ്റ ശല്യം കൂടുതൽ, കബോർഡിനകത്താണോ അത് കിച്ചണിലാണോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ ജനലിലാണെങ്കിൽ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. കാരണം നമ്മൾ മീനും ഇറച്ചിയൊക്കെ പൊരിക്കുമ്പോഴത്തേക്കും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും, നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഈ ഒരു മണം അടിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ശല്യങ്ങളൊന്നും ഇല്ലാതാവും. അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കിടിലൻ ഐഡിയയാണിത്. ഇതിപ്പോൾ നമുക്ക് ജനലിനകത്ത് തൂക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അഴിച്ചിട്ട് ജനൽ കമ്പിയിൽ തൂക്കിയിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ തൊട്ട് അടുത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ മീനൊക്കെ വറുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ജനൽ കമ്പിയിലിടാം. അതല്ല എങ്കിൽ നമ്മൾ കബോർഡിനകത്തൊക്കെ ഗ്ലാസ്സൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ പല്ലിശല്യം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മണം നല്ല കുറേ ദിവസം നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്ലാസ് കബോർഡിനകത്തൊക്കെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ അലമാരയിൽ നമ്മൾ തുണിയൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും അലമാര തുറക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതേപോലെ കണ്ടോ, നമ്മളെ തുണിയുടെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ പുറത്ത് വയ്ക്കുമ്പോഴത്തേനും കണ്ണീച്ചയൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അത് ഒഴിവാകാനായിട്ട് ഇതേപോലെ ആ കിഴി നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ണീച്ച ശല്യം അതേപോലെ പല്ലി, പാറ്റ ശല്യം ഒന്നും തന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല, നല്ലൊരു മണമായിരിക്കും അവിടെ. അതേപോലെ തന്നെ അടുത്ത ടിപ്പ്, നമുക്ക് കുറച്ച് വിനാഗിരി എടുക്കാം. അപ്പം വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം കൂടെ എടുക്കാം. അപ്പോൾ തോനെ വെള്ളമാകരുത്, കാരണം ആ വിനാഗിരിയുടെ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക. അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ടവൽ വെച്ചിട്ട് നമുക്ക് കണ്ണീച്ച വരുന്ന ഭാഗത്ത്, ഈച്ച വരുന്ന, പല്ലി, പാറ്റയൊക്കെ വരുന്ന ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കട്ടെ. ഈ ഒരു തുണി ഇതിനകത്തോട്ട് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് 2-3 തുള്ളിയാണ്. നമ്മൾ ഫുൾ തൈലം 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമായിരിക്കും വിനാഗിരിയും അതേപോലെ ഫുൾ തൈലം കൂടെ ചേരുമ്പം. അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മുടെ ഒരു ഭാഗത്തും ഈച്ചയും പ്രാണികളൊന്നും തന്നെ വരത്തില്ല. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് കിച്ചൺ സീവിലൊക്കെ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടും. അതേപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നിടത്തും അതേപോലെ കിച്ചണിലെ ടൈലും ഗ്യാസ് അടുപ്പും എല്ലാം ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം നമ്മുടെ കിച്ചണിൽ ഉണ്ടാകും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ രാത്രിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ തുടച്ച് തൂത്തൊക്കെ ഇട്ട് ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും കിച്ചണിൽ കയറുമ്പം തന്നെ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക.
ഇതുകൊണ്ടൊക്കെ നമ്മുടെ പാറ്റാപ്പല്ലി ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. വെറുതെ കെമിക്കൽ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി ബാക്കി ഇതേപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിച്ചണിൽ ഇതേപോലെ വെച്ചിരുന്നാൽ മതി. ആ ഒരു സ്മെല്ല് അവിടെ നിന്നിട്ട് നമുക്ക് എത്ര ദിവസം വേണേലും ആ ഒരു സ്മെല്ല് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതേപോലെ നമ്മുടെ ബാത്റൂമിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുറച്ച് വിനാഗിരിയും പുൽത്തൈലവും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉള്ള മിക്സ് നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇത് ഏതെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.